പ്രേക്ഷകരെ കാതോരം കിടിലൻ എപ്പിസോഡുകളിലേക്കിട്ട് ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് നമ്മുടെ അർജുനും മീനുവും തമ്മിലെന്ന് വെച്ചാൽ, നമ്മുടെ അർജുൻ ആരും കാണാതെ മുറിയിൽ കയറുകയും, അതായത് ജോലിക്ക് പോയ അർജുനാണ് ഇടയ്ക്ക് വെച്ച് നമ്മുടെ മീനുവിൻ്റെ അടുത്ത് ആ ഒരു പ്രേമം തോന്നി ആ ഒരു എന്താ പറയുക കൃഷി സ്ഥലത്ത് നിന്നും നമ്മുടെ അർജുൻ വീട്ടിലേക്ക് വരുന്നതും, ആരും കാണാതെ വീട്ടിലേക്ക് കയറി ആ ഒരു മുറി പൂട്ടിയിടുന്നതും നമ്മുടെ മീനുമായിട്ട് ഇങ്ങനെ ആ ഒരു പ്രണയ രംഗങ്ങളിൽ ഏർപ്പെടുന്ന സീനൊക്കെ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഞ്ചന പുറത്തുനിന്ന് കുറച്ച് സൗണ്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സംശയത്തിൽ മുട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അർജുനും മീനുവും തമ്മിൽ ഇങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നീട് അർജുൻ ഒളിച്ചു നിൽക്കുന്നതും മീനു തനിയെ വന്ന് ഡോറ് തുറക്കുന്നതും കാഞ്ചന ആ മുറിയിലൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടി. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അർജുൻ ഭാര്യയുടെ അടുത്തല്ല, മീനുവിൻ്റെ അടുത്തല്ല വന്നത്, വേറെ ഒരു പെണ്ണിൻ്റെ അടുത്തല്ലല്ലോ പോയത്. അർജുനും മീനും എന്തിനാ ഈ പേടിക്കുന്നു? അത് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് തോന്നി അതിൽ. വേറെ പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു അഞ്ജലിയുടെ ആ ഒരു കള്ളത്തരം കയ്യോടെ നമ്മുടെ അർജുൻ തന്നെ പൊക്കി. വേറെ ഒന്നുമല്ല, നമ്മുടെ അർജുൻ തൻ്റെ ആ ഒരു കൃഷി സ്ഥലത്ത് വന്ന് മറ്റുള്ള കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും തൻ്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്നൊക്കെ. അവിടെയും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്തിന് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതൊക്കെ വിശദീകരിച്ച് പറയുന്നു? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെ നടന്നടാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യകത എന്തിരിക്കുന്നു? നമ്മുടെ ഭാര്യയും ഭർത്താവിൻ്റെ ആ ഒരു സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോൾ ആ ഒരു സമയത്താട്ടോ നമ്മുടെ ആ ഒരു ചാരൻ ഉണ്ടല്ലോ നമ്മുടെ അർജുൻ്റെ കൂടെ, നമ്മുടെ അഞ്ജലിയുടെ ചാരൻ. അപ്പോൾ അയാളുടെ ഫോൺ അവിടെ ഉണ്ടാവും. അപ്പോൾ അഞ്ജലിയുടെ ഫോൺ കോൾ വരുമ്പോൾ അയാൾ അവിടെ സ്ഥലത്തുണ്ടാവില്ല, നമ്മുടെ അർജുനായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നിനക്ക് ഞാൻ വില കൂടിയ മദ്യം തന്നില്ല, എന്നിട്ട് നിനക്ക് അത് നടത്താൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ തെളിവുകൾ സഹിതം നമ്മുടെ അഞ്ജലി തന്നെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേടി എന്നും പറഞ്ഞ് നമ്മുടെ അർജുൻ ഇങ്ങനെ കട്ടക്കലിപ്പിൽ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജലി ഇങ്ങനെ പതറി പ്ലിങ്ങും പറഞ്ഞ് നിൽക്കുന്ന രംഗമൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡാണ് പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത്. നമ്മുടെ കാഞ്ചന മുറിയൊക്കെ സെർച്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ട്. നമ്മുടെ അർജുനെ കൈയോടെ പൊക്കുമ്പോൾ അർജുൻ എന്ത് കള്ളത്തരമായിരിക്കും പറയുന്നത്? ശരിക്കും കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. സ്വന്തം ഭാര്യയുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ഭർത്താവിന് വരാം അല്ലേ പ്രേക്ഷകരെ? അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.